ഹായ് ഫ്രണ്ട്സ്, എങ്ങനെ ഒരു സിമ്പിൾ ഓൺലൈൻ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രൗസർ മാത്രം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഞാനൊരു വെബ്സൈറ്റ് ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. ആകെ കൂടെ ചെയ്യേണ്ടത് നിങ്ങൾ ആ വെബ്സൈറ്റ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കോപ്പി ചെയ്യുക, അതിൻ്റെ കളറും അതും ഇതൊക്കെ ഒന്ന് മാറ്റി അതൊരു വെബ്സൈറ്റായിട്ട് പബ്ലിഷ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ ഒരു ഫ്രീ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് കിട്ടും. ഇത് ഒരു വലിയ അഡ്വാൻസ്ഡ് വെബ്സൈറ്റ് അല്ല, അതായത് പേയ്മെൻറ്റ് ഗേറ്റ്വേ ഇൻ്റഗ്രേറ്റഡ് അല്ല, അതുപോലെ അഡ്വാൻസ്ഡ് കസ്റ്റമർ അക്കൗണ്ട് മാനേജ്മെൻറ്റ് സിസ്റ്റം ഒന്നുമില്ല. ഇത് ഒരു സിമ്പിൾ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് ചെയ്തു വെച്ചേക്കുന്നത്. ഇത് അങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. എസ്പെഷ്യലി ഇത് ടോട്ടലി ഫ്രീ ആയതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പം ഉണ്ടാവില്ല. ഇത് എൻറ്റയർലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു നല്ല സ്കെയിലിൽ എത്തുന്ന വരെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പേയ്മെൻറ്റ് ഗേറ്റ്വേ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ അടുത്തത് ക്രിയേറ്റ് ചെയ്തിടാം. തൽക്കാലം ഇത് ടോട്ടലി ഫ്രീ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പേയ്മെൻറ്റ് ഗേറ്റ്വേ ഇല്ലാത്ത ഒരു വേർഷൻ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത വേർഷനിൽ നമുക്കൊരു ക്രെഡിറ്റ് കാർഡൊക്കെ വേണ്ടി വരും. പക്ഷേ അതിൽ നിന്ന് അധികം പൈസയൊന്നും നിങ്ങൾ പോകുമെന്ന് വിചാരിക്കേണ്ട. മാസം ഏറ്റവും മിനിമത്തിൽ നിർത്താൻ നമ്മൾ ശ്രമിച്ചിട്ട് അതിൻ്റെ അകത്ത് കൂടെ നിങ്ങൾക്ക് പ്രൊഡക്ട്സിൻ്റെ ഇമേജസ് കുറച്ചും കൂടെ ഈസി ആയിട്ട് അപ്ലോഡ് ചെയ്യാനും പേയ്മെൻറ്റ് കളക്ട് ചെയ്യാനും ഒക്കെ ഇമെയിൽസ് സെൻഡ് ചെയ്യാനും ഒക്കെ ഉള്ള രീതിയിൽ ഈ വെബ്സൈറ്റിനെ മോഡിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു നഷ്ടമില്ല. അടുത്ത വീഡിയോ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ആ വെബ്സൈറ്റിനെ ഒരു ഫുള്ളി ഫ്ലെഡ്ജ്ഡ് ഇ കൊമേഴ്സ് വെബ്സൈറ്റായിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാൻ മറക്കരുത്. കമൻറ്റിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നിങ്ങൾ ഇത് വെച്ച് നല്ല നല്ല വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റിൽ ആഡ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളവർക്ക് വന്നിട്ട് ആ വെബ്സൈറ്റ്സ് കാണാൻ പറ്റും. അവർക്കും ഇൻസ്പയർഡ് ആയിട്ട് ഇതുപോലെ ഫ്രീ ആയിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ജിമെയിൽ അക്കൗണ്ടാണ്. ജിമെയിൽ അക്കൗണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ്രോയിഡ് യൂസേഴ്സ് ആണെങ്കിൽ എന്തായാലും ഉണ്ടാവും. അല്ലാത്തവരൊരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ആ ജിമെയിൽ അക്കൗണ്ട് വെച്ചിട്ടായിരിക്കും നമ്മളെല്ലാ സർവീസസും എടുക്കാൻ പോകുന്നത്. വീഡിയോയുടെ താഴെ ഞാൻ കൊടുത്തിട്ടുള്ള ഈ ലിങ്ക് ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ GitHub എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലെത്തും. അതിൽ codzoc/quick.com ടെംപ്ലേറ്റിൻ്റെ അകത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ഇ കൊമേഴ്സ് വെബ്സൈറ്റ് കിടപ്പുണ്ട്. ക്ലോഡ് എന്ന് പറയുന്ന AI ഹെൽപ്പ് വെച്ചാണ് ഞാനിത് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ അകത്ത് ഉള്ള ഫീച്ചേഴ്സും ഇതിലെങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടതെന്നുള്ളതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കി ചെയ്യാം. പക്ഷേ ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ നോക്കി അത് പോസ് അടിച്ച് അതുപോലെ തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഈസി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പുകളൊക്കെ വന്ന് റെഫർ ചെയ്ത് ആ സ്റ്റെപ്പിലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. ഇനി ആദ്യം തന്നെ നമുക്ക് ഒരു GitHub അക്കൗണ്ട് വേണം. അപ്പോൾ അതിന് സൈനപ്പ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ജിമെയിൽ ഓൾറെഡി ലോഗ്ഡ് ഇൻ ആണെങ്കിൽ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് കൊടുക്കുക. നിങ്ങളുടെ ജിമെയിൽ ID സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒരു യൂസർ നെയിം വേണം. വലിയ പ്രസക്തമൊന്നുമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ പേരൊക്കെ അവൈലബിൾ ആണെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ബിൽഡ് വിത്ത് ജസ്റ്റിൻ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത്. കൺട്രി എന്തുകൊണ്ടോ പാകിസ്ഥാനാണ്. ഇന്ത്യ ആയിട്ട് സെലക്ട് ചെയ്യുക. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. രണ്ടാമത് ഫയർബേസിൽ പോവുക. അപ്പോൾ ഫയർബേസിൽ പോകാൻ നിങ്ങൾ console.firebase.google.com എന്നിങ്ങനെ ബ്രൗസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എത്തും. ഈ ഒരു നോട്ടീസ് മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടേൺ ഓൺ ടു SV എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അതിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇത് November 26 മുമ്പ് ചെയ്യണം എന്ന് നോട്ടീസ് ഉണ്ട്. വീഡിയോ ലെങ്ത് കൂടാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാനത് തൽക്കാലം അവോയ്ഡ് ചെയ്യാം. ക്രിയേറ്റ് പ്രോജക്റ്റ് എന്നുള്ള ഈ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ബൈ സെറ്റിംഗ് അപ്പ് എ ഫയർബേസ് പ്രോജക്റ്റ് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പ്രോജക്റ്റിൻ്റെ പേര് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലോത്തിങ് ഷോപ്പായിരിക്കും, ജ്വല്ലറി ഷോപ്പായിരിക്കും, കേക്ക് ഷോപ്പായിരിക്കും, എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങൾക്ക് പേര് കൊടുക്കാം.
ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് ചായക്കട എന്നാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചായക്കട എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു പ്രൊജക്റ്റ് ID എന്ന് പറഞ്ഞിട്ടൊരു സാധനം വരും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് നമ്മുടെ ഡൊമൈനിൽ കയറി വരുന്നൊരു സാധനമാണ്. അപ്പോൾ അവിടെ നമുക്ക് പറ്റുകയാണെങ്കിൽ നമ്മളുടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡൊമൈൻ കൊടുക്കാൻ ശ്രമിക്കുക. അത് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് ബ്രൗസ് ചെയ്യുന്നവർക്ക് റീഡബിലിറ്റിക്ക് എളുപ്പമായിരിക്കും. അപ്പം ഞാൻ ചായക്കട ഓൺലൈൻ ഹൈഫൺ ചായക്കട എന്നാക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഈ പേര് ബ്രൗസ് ചെയ്യുന്നവർക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പമായതുകൊണ്ട് ഞാൻ ഓൺലൈൻ ഹൈഫൺ ചായക്കട എന്നാക്കി. നോർമൽ പേര് ഞാൻ ചായക്കട എന്ന് തന്നെ കൊടുക്കുന്നുള്ളൂ. ഇത് എവിടെയാണ് വരാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും. കണ്ടിന്യൂ അടിക്കുക. ഇവിടെ ഡിഫോൾട്ട് അക്കൗണ്ട് ഫോർ ഫയർബേസ് സെലക്ട് ചെയ്യുക. വീണ്ടും ക്രിയേറ്റ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഗിറ്റ്ഹബ് അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്തു, ഫയർബേസ് പ്രോജക്റ്റും ക്രിയേറ്റ് ചെയ്തു. ഇനി ഗിറ്റ്ഹബ് അക്കൗണ്ടിൽ നേരത്തെ നമ്മൾ പറഞ്ഞ /podshock/quickcom ടെംപ്ലേറ്റിലേക്ക് പോവാം. ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു വെബ്സൈറ്റാണ്. പക്ഷേ ഇതിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കോപ്പി വേണം. അപ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഫോർക്ക് ചെയ്യാം, ഒന്നുകിൽ ഈ ടെംപ്ലേറ്റ് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടാകാം. ഫോർക്ക് ചെയ്താൽ നിങ്ങൾക്ക് പബ്ലിക് റിപ്പോസിറ്ററി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ലത് യൂസ് ദിസ് ടെംപ്ലേറ്റ് കൊടുക്കുക. പബ്ലിക് ഉണ്ടാക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും സ്പെസിഫിക് കോഡ് ചേഞ്ചസ് ഒക്കെ ഭാവിയിൽ ചെയ്യുമ്പോൾ അത് പബ്ലിക്കായി പോകും. അപ്പോൾ പിന്നെ എല്ലാവർക്കും നിങ്ങളുടെ കോഡ് കാണാനും അതിൻ്റെ അകത്ത് ഹാക്ക് ചെയ്യാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ യൂസ് ദിസ് ടെംപ്ലേറ്റ് കൊടുത്ത് ക്രിയേറ്റ് എ ന്യൂ റിപ്പോസിറ്ററി കൊടുക്കുക. അതിൻ്റെ അകത്ത് ബിൽഡ് വിത്ത് justin/online ചായക്കട. ഞാൻ ഇതിനു മുമ്പ് കുറച്ച് ട്രൈ ചെയ്തതൊക്കെ അവിടെ കാണാം. ഓൺലൈൻ ചായക്കട എന്ന് കൊടുക്കുക. ഇത് ഇൻക്ലൂഡ് ഓൾ ബ്രാഞ്ചസ് ഓഫായിട്ട് തന്നെ കിടന്നോട്ടെ. വിസിബിലിറ്റിയുടെ അവിടെ പബ്ലിക് മാറ്റിയിട്ട് പ്രൈവറ്റ് ആക്കുക. ക്രിയേറ്റ് റിപ്പോസിറ്ററി. ഇപ്പോൾ റിപ്പോസിറ്ററി ക്രിയേറ്റ് ആയി. ഇപ്പോൾ നമ്മുടെ ഫയർബേസ് പ്രോജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. കണ്ടിന്യൂ അടിക്കുക. നമുക്ക് മെയിനായിട്ട് വേണ്ട കുറേ ഫയർബേസ് സർവീസസ് ഉണ്ട്. അത് നമുക്ക് എനേബിൾ ചെയ്യണം. അപ്പോൾ ഇവിടെയുള്ള ജെമിനി ക്ലോസ് ചെയ്ത് കളയാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഫയർസ്റ്റോർ ഡാറ്റാബേസ് എടുക്കുക. ഫയർസ്റ്റോർ ഡാറ്റാബേസ് നമുക്ക് ഡാറ്റ നമ്മുടെ ഓർഡേഴ്സും പ്രോഡക്റ്റിൻ്റെയും ഡീറ്റെയിൽസൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ഡാറ്റാബേസിന് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കുക. ഇവിടുത്തെ ലൊക്കേഷനിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ഡാറ്റാബേസ് നെക്സ്റ്റ് ലൊക്കേഷൻ ലോഡാവുന്നില്ലല്ലോ. ലൊക്കേഷൻ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് മാറിപ്പോകും. ഇങ്ങനെ എന്തെങ്കിലും എറർ അടിച്ചു കഴിഞ്ഞാൽ ചുമ്മാ ഒന്ന് റീഫ്രഷ് ചെയ്യാം. ഓക്കെ, ക്രിയേറ്റ് ഡാറ്റാബേസ് നെക്സ്റ്റ്. ഇപ്പോൾ ലൊക്കേഷൻ വന്നു. ലൊക്കേഷൻ കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും അടുത്തുള്ള ലൊക്കേഷൻ ആണെങ്കിൽ നമ്മുടെ സൈറ്റ് നല്ല ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ മുംബൈ ആണ് കൊടുത്തേക്കുന്നത്. മുംബൈയും ഡൽഹിയാണ് ഇന്ത്യയിലുള്ളത്. നെക്സ്റ്റ് കൊടുക്കുക. പ്രൊഡക്ഷൻ മോഡ് എന്നുള്ളത് തന്നെ സെലക്ട് ചെയ്ത് നിർത്തിയിട്ട് ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ ഫയർസ്റ്റോർ ഡാറ്റാബേസ് അവിടെ ക്രിയേറ്റ് ആവാം. ഇനി നിങ്ങൾ ഇപ്പോൾ ബിൽഡ് വിത്ത് ജസ്റ്റ് എന്ന് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടാണ്. അതിൽ ഓൺലൈൻ ചായക്കട എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോസിറ്ററി വന്നിട്ടുണ്ട്. ഈ റിപ്പോസിറ്ററിയുടെ സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് സീക്രട്സ് ആൻഡ് വേരിയബിളിൻ്റെ അകത്ത് ആക്ഷൻസ് എന്ന് പറയുന്ന ഈ പേജ് ഓപ്പൺ ചെയ്ത് വയ്ക്കാം. ഇതിൻ്റെ അകത്ത് ഇടാനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണം. അത് എവിടെ നിന്ന് കിട്ടുകയെന്ന് വെച്ചാൽ ഫയർബേസിൽ നിന്ന്. അപ്പോൾ ഫയർബേസിലേക്ക് തിരിച്ച് വന്നിട്ട് ബിൽഡ് എന്നുള്ളതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് ഓതൻറ്റിക്കേഷൻ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക നമ്മൾ തൽക്കാലത്തേക്ക്. ഇപ്പോൾ നമ്മൾ ഓതൻറ്റിക്കേഷനിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നില്ല. ഓതൻറ്റിക്കേഷൻ എനേബിൾ ചെയ്തിട്ട് ഇമെയിൽ പാസ്വേഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ എനേബിൾ ബട്ടൺ ചെയ്തിട്ട് സേവ് കൊടുക്കുക. അപ്പോൾ ഇമെയിൽ പാസ്വേഡ് വെച്ച ആൾക്കാർക്ക് നമ്മുടെ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാമെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുത്തു. വീണ്ടും ബിൽഡിൽ ക്ലിക്ക് ചെയ്തിട്ട്
ഹോസ്റ്റിംഗ് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് നേരിട്ട് സെറ്റപ്പ് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന വഴിയും ചെയ്യാം. അപ്പോൾ ഞാൻ ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രൊജക്റ്റ് ഓവർവ്യൂ, പ്രൊജക്റ്റ് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് ഈ വെബ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒരു ഫീൽഡ് ഇവിടെ ഇങ്ങനെ വരും. അതിൽ ഓൺലൈൻ ചായക്കട എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഓൾസോ സെറ്റപ്പ് ഫയർബേസ് ഹോസ്റ്റിംഗ് ഫോർ ദിസ് ആപ്പ് എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രജിസ്റ്റർ ആപ്പ് എന്ന് കൊടുത്തിട്ട് കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫയർബേസ് SDK എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും. ഇതിൻ്റെ അകത്തുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഗിറ്റ് ഹബിൽ പറഞ്ഞു കൊടുക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പേജ് ഓപ്പൺ ചെയ്ത് വയ്ക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഫയർബേസ് കോൺഫിഗ് ഈക്വൽ ടു എന്ന് എഴുതിയേക്കുന്നതിൻ്റെ ഇവിടെ മുതൽ ഇങ്ങനെ മൗസ് ഡ്രാഗ് ചെയ്ത് ഈ അവസാനത്തെ ബ്രാക്കറ്റ്, സെമിക്കോളം വേണ്ട, ബ്രാക്കറ്റ് വരെ ഉള്ളത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്തിട്ട് JSON ഫോർമാറ്റർ .curiousconcept.com എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാം. അവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഈ ഒരു ഡ്രോപ്പ് ഡൗണിൽ കോമ്പാക്റ്റ് ആണ് കിടക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. മിക്കവാറും വേറെ എന്തെങ്കിലും ആയിരിക്കും. എന്നിട്ട് ഇതിങ്ങനെ തന്നെ വെച്ചിട്ട് പ്രോസസ്സ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു അതിനെ ഒരു പ്രോപ്പർ JSON ഒബ്ജക്റ്റായിട്ട് നമുക്ക് കിട്ടി. അത് മുഴുവൻ ഇങ്ങനെ എടുത്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്ത്, വേണമെങ്കിൽ ഇവിടെയും കോപ്പി ചെയ്യാം, പക്ഷെ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തിട്ട് ആക്ഷൻസിൽ കൊണ്ടുപോയിട്ട് ന്യൂ റിപ്പോസിറ്ററി സീക്രട്ട് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ പേര് വൈറ്റ് ഫയർബേസ് കോൺഫിഗ് എന്ന് കൊടുക്കണം. വൈറ്റ് ഫയർബേസ് കോൺഫിഗ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആഡ് സീക്രട്ട് എന്ന് കൊടുക്കുക. അപ്പോൾ ഒരു സീക്രട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി രണ്ടാമത്തെ സീക്രട്ട്, 2 സീക്രട്ടാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഈ സീക്രട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ പേജിൽ വന്നിട്ട് നെക്സ്റ്റ് അടിച്ചിട്ട് കണ്ടിന്യൂ ടു കൺസോൾ കൊടുക്കുക. എന്നിട്ട് ഈ പ്രൊജക്റ്റ് ഓവർവ്യൂവിലെ പ്രൊജക്റ്റ് സെറ്റിങ്സിലെ സർവീസ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന സെക്ഷനിൽ വരിക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സർവീസ് അക്കൗണ്ടിൽ നമ്മൾ ജനറേറ്റ് ന്യൂ പ്രൈവറ്റ് കീ, ഈ ഫയർബേസ് അഡ്മിൻ SDKയിൽ ജനറേറ്റ് ന്യൂ പ്രൈവറ്റ് കീ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജനറേറ്റ് കീ കൊടുക്കുക. ഇത് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. ഇത് വേറെ ആർക്കും ഷെയർ ചെയ്യാൻ പാടില്ല. ഓൺലൈൻ ചായക്കട എന്ന് പറഞ്ഞിട്ട് ഉള്ള ഈ കീ, ഇപ്പം ഞാൻ ഇതിനു മുമ്പ് ക്രിയേറ്റ് ചെയ്തൊരു പ്രോജക്റ്റ് എൻ്റെ തട്ടുകടയുടെ കിടപ്പുണ്ട്. പിന്നെ ചായയുടെയും ചിക്കൻ ഫ്രൈയുടെയും പൊറോട്ടയുടെ ഒക്കെ കുറച്ച് ഇമേജസ് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തത് അവിടെ കിടപ്പുണ്ട്, അതവിടെ കിടക്കട്ടെ. ഈ ഓൺലൈൻ ചായക്കട എന്ന് പറയുന്ന ഈ ഫയല് ഇവിടുന്ന് നിങ്ങൾക്ക് നേരിട്ട് ഡ്രാഗ് ചെയ്ത് കൊണ്ട് ഈ പ്ലസ് എന്നുള്ളതിൻ്റെ ആ ലൈനിൻ്റെ അവിടെ കൊണ്ടിടാൻ പറ്റുകയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഈ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് എന്താ നോട്ട് പാഡിലോ എവിടെയാണെന്ന് വെച്ചാൽ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുള്ള എല്ലാ കണ്ടൻറ്റും ഈ ബ്രാക്കറ്റ് മുതൽ ഈ ബ്രാക്കറ്റ് വരെ ഉള്ളതൊക്കെ കോപ്പി ചെയ്യുക. എന്നിട്ട് ആക്ഷൻസിൽ പോവുക, ന്യൂ റിപ്പോസിറ്ററി സീക്രട്ട് എന്ന് കൊടുക്കുക, അത് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഫയർബേസ് സർവീസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇതിന് പേര് കൊടുക്കേണ്ടത്. ഫയർബേസ് സർവീസ് അക്കൗണ്ട്. നിങ്ങൾ പേര് കൊടുത്തു കഴിഞ്ഞെങ്കിൽ ആഡ് സീക്രട്ട് എന്ന് കൊടുക്കുക. ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കയറി നോക്കാം. ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫയർബേസ് സർവീസ് അക്കൗണ്ടും വൈറ്റ് ഫയർബേസ് കോൺഫിഗും ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇനി ഈ നമ്മൾ JSON ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത വെബ്സൈറ്റിൻ്റെ ലിങ്കും ഇവിടെ കിടപ്പുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ഗൂഗിൾ ക്ലൗഡ് കൺസോൾ IAM എന്ന് പറയുന്ന ഒരു ലിങ്കാണ്. ഇതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിക്കവാറും മൈ ഫസ്റ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ആയിരിക്കും കാണിക്കുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ ചായക്കട നമ്മൾ ക്രിയേറ്റ് ചെയ്തതിൽ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ ചായക്കടയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് പെർമിഷൻസ് കാണാൻ പറ്റും, അല്ലെങ്കിൽ റോളുകൾ കാണാൻ പറ്റും. ഇതിന് പ്രിൻസിപ്പിൾസ് എന്നാണ് ഇവർ പറയുന്നത്. ഇതിൻ്റെ ഈ രണ്ടാമത്തേൽ, ആദ്യത്തെ നമ്മുടെ ഇമെയിൽ ഐ ഡി ആയിരിക്കും, രണ്ടാമത്തെ ഫയർബേസ് അഡ്മിൻ SDK എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരെണ്ണമായിരിക്കും. രണ്ടാമത്തേൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് കൊടുത്തിട്ട് ആഡ് അനദർ റൂൾ കൊടുക്കുക. ഈ ആഡ് അനദർ റൂൾ കൊടുത്തിട്ട് വരുന്ന ഈ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്തിട്ട് EDITOR എഡിറ്റർ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം ഒരു എഡിറ്റർ എന്ന് പറഞ്ഞ വരും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഒന്നുകൂടെ ആഡ് അനദർ റൂൾ കൊടുത്തിട്ട് ഫയർബേസ് റൂൾ അഡ്മിൻ, ഫയർബേസ് റൂൾസ് അഡ്മിൻ, ഈ ആദ്യം വരുന്നതും ഈ രണ്ട് കാര്യങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ പെർമിഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഗിറ്റ്ഹബിൽ നിന്ന് വെബ്സൈറ്റിനെ ഈസി ആയിട്ട് ഫയർബേസിൻ്റെ ഹോസ്റ്റിങ്ങിലേക്ക് ഡിപ്ലോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഇത് രണ്ടും കൊടുത്തത്. സേവ് കൊടുക്കുക, അപ്ഡേറ്റിംഗ് പോളിസി, സേവ് ചേഞ്ചസ്. ഇനി നിങ്ങൾ വീണ്ടും ബാക്ക് അടിച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഇത് വരും, നമ്മുടെ വീണ്ടും ഓൺലൈൻ ചായക്കട എന്ന് പറയുന്നതിലേക്ക് പോവുക. അത് ഈ ബിൽഡ് വിത്ത് ജസ്റ്റിന് എൻ്റെ ഗിറ്റ്ഹബിൻ്റെ പേരാണ്, യൂസർ നെയിമാണ്, നിങ്ങളുടെ പേരും നിങ്ങളുടെ ഷോപ്പിൻ്റെ പേരും ആയിരിക്കും ഇവിടെ. അവിടെ പോയിട്ട് നിങ്ങൾ നോക്കുക, നിങ്ങൾ കൊടുത്തതെല്ലാം ശരിയല്ലേ, എഡിറ്റർ, ഫയർബേസ് റൂൾസ് അഡ്മിൻ, ഇതൊക്കെ നമ്മൾ കൊടുത്തു. ഇനി നമുക്കൊരു അഡ്മിൻ യൂസറിനെ വേണം. അതിന് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഓതൻറ്റിക്കേഷനിൽ പോയിട്ട് യൂസേഴ്സ് എന്ന് പറയുന്ന ആദ്യത്തെ ടാബ് സെലക്ട് ചെയ്തിട്ട് ആഡ് യൂസർ കൊടുക്കണം. ഇവിടെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ മെയിൽ തന്നെ ഞാൻ കൊടുക്കുക, buildwithjustin.demo@gmail.com. തൽക്കാലത്തേക്ക് ഞാൻ പാസ്വേഡ് അത് തന്നെയാണ് കൊടുക്കുന്നത്. ആഡ് യൂസർ കൊടുത്തു. ഒരു വാലിഡ് ഇമെയിൽ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഏറെക്കുറെ നമ്മുടെ എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആകെ കൂടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗിറ്റ്ഹബ് ഡിപ്ലോയ്മെൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗിറ്റ്ഹബിൻ്റെ അകത്ത് ആക്ഷൻസ്, ഇങ്ങനെ നിങ്ങൾ കാണുന്ന ഏറ്റവും ടോപ്പിൽ ആക്ഷൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇനീഷ്യൽ കമ്മിറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഇങ്ങേയറ്റത്ത് ക്ലിക്ക് ചെയ്തിട്ട്, ഇങ്ങേയറ്റത്ത് ക്ലിക്ക് ചെയ്യേണ്ട, ഈ ഇനീഷ്യൽ കമ്മിറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ റീറൺ ഓൾ ജോബ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊടുക്കുക. ഇതല്ലാതെ നിങ്ങൾക്ക് ട്രിഗർ ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഓൾറെഡി ഒരെണ്ണം എപ്പോഴും ഫെയിൽഡായിട്ട് കിടപ്പുണ്ടാവും, അപ്പോൾ അതിനെ തന്നെ അങ്ങ് കറക്റ്റ് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ റീറൺ ഓൾ ജോബ്സ് കൊടുത്തത്. ഇത് ആദ്യം ഫെയിലാവാൻ കാരണം നമ്മൾ ആ സീക്രട്സ് ഒന്നും നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇത് ആദ്യം ഫെയിലായി. ഇപ്പം നമ്മൾ ആ സീക്രട്സ് ഒക്കെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇനി ഇത് ഫെയിലാവാതെ റണ്ണാവും. ഇതിനൊരു 5 മിനിറ്റോളം സമയം വേണ്ടി വരും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഗൂഗിൾ ഇമേജസിൽ പോയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ചായക്കട ലോഗോ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ നമുക്ക് കുറേ ചായക്കടകളുടെ ലോഗോ കിട്ടും. ഇതൊക്കെ നോക്കി നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഒരു ചായക്കട ലോഗോ ഉണ്ടാക്കുക. അല്ലെങ്കിൽ ചായ ലോഗോ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ചായയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐക്കൺ വെച്ച് നിങ്ങൾക്കൊരു ലോഗോ ഉണ്ടാക്കാം. ലോഗോയിൽ ഫുൾ പേര് വേണ്ട, ജസ്റ്റ് ഒരു ഐക്കൺ മാത്രം മതി. അപ്പോൾ ചായ കപ്പ് ആർട്ട് എന്ന് പറഞ്ഞ് വെറുതെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു ചായയുടെ കപ്പ് തന്നെ നല്ലൊരു ലോഗോ ആണ്. അപ്പം ഞാൻ ഈ ചായയുടെ കപ്പിൽ സേവ് ഇമേജ് ആസ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തിട്ട് ചായ കപ്പ് എന്ന് പറഞ്ഞ് ഞാനിത് സേവ് ചെയ്തു. അപ്പോൾ ഈ ചായ കപ്പ് എൻ്റെ ഏതോ ഒരു ഫോൾഡറിൽ പോയി സേവ് ആയിട്ടുണ്ട്. എനിക്കറിയാം ഡെമോ എന്ന് പറയുന്ന ഫോൾഡറാണ്. അപ്പോൾ ഏത് ഫോൾഡറിലാണ് സേവ് ആവുന്നതെന്നുള്ളത് നിങ്ങൾ എപ്പോഴും നോക്കി വെക്കണം. അപ്പോൾ ഞാൻ ചായയുടെയും ഇതിനു മുമ്പ് ഒരു പൊറോട്ട പ്ലേറ്റിൻ്റെയും കുറച്ച് ചിക്കൻ കറിയുടെയൊക്കെ ഫോട്ടോ ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ IMGBB എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലേക്ക് പോവാം. അപ്പോൾ IMGBB.com എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് അപ്ലോഡിങ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഉള്ള
1, 2, 3, 4 ഈ 4 ഇമേജ് ഞാൻ അങ്ങ് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ കണ്ടോ, 4 ഇമേജ് ഒരുമിച്ച് ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ ഓരോന്നായിട്ട് ഇട്ടാലും മതി. അപ്പോൾ ബ്രൗസ് ഫ്രം യുവർ കമ്പ്യൂട്ടർ, ഇതിങ്ങനെ ഒരുമിച്ച് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഷിഫ്റ്റ് ഞെക്കി പിടിച്ചിട്ട് ഇതും കൂടെ സെലക്ട് ചെയ്ത് ഇതെല്ലാം സെലക്ട് ആവും. എന്തോ പറ്റി. ഒന്നുകൂടെ സ്റ്റാർട്ട് അപ്ലോഡിങ് കൊടുത്തിട്ട് ഇതെല്ലാം സെലക്ട് ചെയ്ത് ഇതും കൂടെ സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുക്കും. എനിക്ക് തോന്നുന്നു ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ടാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാണ്. Ctrl+R അടിച്ചാണ് ഞാൻ റിഫ്രഷ് ചെയ്തത്. ഇത് 3 സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുത്തു, അപ്ലോഡ് കൊടുത്തു. അപ്പോൾ എനിക്ക് ഈ ഇമേജസിൻ്റെ ഫുള്ള് ലിങ്കുകൾ എനിക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇത് ഒത്തിരി ടെക്നിക്കലായിട്ട് അറിയണം. അതായത് ഇതൊരു എ ടാഗാണ്. അതിൻ്റെ അകത്ത് IMG എന്ന് പറയുന്ന ഒരു ടാഗ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഈ HTTPS എന്നുള്ള ഈ ഒരു സംഭവം കണ്ടോ, അതിൻ്റെ അത്രയും ഭാഗം മാത്രം മതി നമുക്ക് ശരിക്കും. അതായത് ഇത് ഫുൾ സാധനം നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതങ്ങ് കോപ്പി ചെയ്തിട്ട് ഇത് കോപ്പി കൊടുത്തിട്ട് ഞാൻ ഈ JSON ഫോർമാറ്റർ വെറുതെ കിടക്കല്ലേ, അതിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഒരു ഇമേജും കൂടെ വേണമല്ലോ. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, റീസെറ്റ് ചെയ്തിട്ട് ബ്രൗസ് ഫ്രം യുവർ കമ്പ്യൂട്ടർ പറോട്ടയുടെ ഇമേജ് അപ്ലോഡ് ചെയ്തു. ഇതും ഞാൻ കോപ്പി ചെയ്തിട്ട് ഇതിൻ്റെ താഴെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇതിൽ നിന്ന് ഈ IMG SRC കഴിഞ്ഞിട്ടുള്ള ഇത്രയും ഭാഗമാണ് നമുക്ക് വേണ്ട വാല്യൂ. അപ്പോൾ അതല്ലാത്ത ഇത്രയും സാധനം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത്. ഓരോ ലൈനിലും പോയിട്ട് ഈ SRC = എന്നുള്ളതിൻ്റെ അവിടെ മുതൽ പുറകോട്ട് ഇങ്ങേ അറ്റം വരെ ഡിലീറ്റ് ചെയ്ത് കളയാം. SRC = ഇവിടെ മുതൽ ഇവിടം വരെ ഡിലീറ്റ് ചെയ്ത് കളയാം. പിന്നെ നമ്മൾ ആ SRC = കാണുന്നത് ഇവിടെയാണ്, അതും ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് ഈ ഓൾട്ട് കഴിഞ്ഞിട്ടുള്ള വാല്യൂ നമുക്ക് വേണ്ട. അപ്പോൾ ഓൾട്ടിന് മുമ്പുള്ള ഡബിൾ കോട്ട്സ് മുതലുള്ളത് അങ്ങേയറ്റം വരെ ഡിലീറ്റ് ചെയ്യുക. എന്തെങ്കിലും പറ്റിയ Ctrl+Z അല്ലെങ്കിൽ Command+Z അടിച്ച് അണ്ടു കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ HTTPS എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് മുമ്പുള്ളത് ഞാൻ തൽക്കാലം ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് ഈ BR വരെയുള്ളതാണ് ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എൻ്റർ ഞാൻ അടിക്കുകയാണ്. തൽക്കാലം എൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഞാൻ അപ്ലോഡ് ചെയ്ത ഇമേജുകളുടെയൊക്കെ URL ഇങ്ങനെ കിട്ടണം. അപ്പോൾ ഇങ്ങനെയുള്ള ഇമേജുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമേജുകൾ സെറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇനി ഇനീഷ്യൽ കമ്മിറ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ അതിന് 1 മിനിറ്റ് എടുത്തുള്ളൂ. 1 മിനിറ്റ് കൊണ്ട് നമ്മുടെ വെബ്സൈറ്റ് കംപ്ലീറ്റ് ആയി. വെബ്സൈറ്റ് കാണണ്ടേ, ചായക്കട എന്ന് പറയുന്നത് നമ്മുടെ ഫയർബേസ് പ്രോജക്റ്റ് എടുക്കുക, ഹോസ്റ്റിംഗ് എടുക്കുക. ഇതാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക്. അപ്പോൾ ഈ ലിങ്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് കൊണ്ടിടണം. ഈ ലിങ്കിൽ നിങ്ങൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പ്രോഡക്ട്സ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ URL അവസാനം / അടിച്ചിട്ട് admin എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ലോഗിൻ സ്ക്രീൻ കാണിക്കും. അപ്പോൾ ഈ ലോഗിൻ സ്ക്രീനിൽ നിങ്ങൾ നേരത്തെ നമ്മൾ ഒരു സ്ഥലത്ത് കൊടുത്ത് ഇമെയിൽ ID പാസ്വേഡും ഓർമ്മയില്ലേ, അത് കൊടുക്കണം. അപ്പം ഞാൻ കൊടുത്തത് buildwithjustin.demo@gmail.com എന്നാണ് കൊടുത്തത്. പാസ്വേഡ് അങ്ങനെ തന്നെ. അപ്പോൾ ഈ ഡാറ്റ കാണണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫയർബേസിൽ പോയിട്ട് ഓതൻറ്റിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ഈ യൂസറിനെ കാണാം. ഇങ്ങനെ എത്ര യൂസേഴ്സിന് വേണമെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടത് ഇതാണ് എൻ്റെ ഒരു ഡാഷ്ബോർഡ്. അപ്പോൾ ഇതിൽ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഭാഗത്ത് എനിക്ക് കുറച്ച് പ്രൊഡക്റ്റ് ആഡ് ചെയ്യണം.
അതിനാണല്ലോ ഞാൻ ഇമേജൊക്കെ അപ്ലോഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് പ്രൊഡക്റ്റ് ചായ് സിംഗിൾ കപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കപ്പ് കൊടുക്കാം. ദ ഗ്രേറ്റ് സൗത്ത് ഇന്ത്യൻ ചായ്, പ്രൈസ് 10 രൂപ. ഡിസ്കൗണ്ട് ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. ഇവിടെ ഇമേജ് പാത്ത് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അതിന് പകരം ഞാൻ ഇവിടെ നമ്മൾ ചായ് കപ്പിൻ്റെ ഇമേജ് അപ്ലോഡ് ചെയ്തത് കോപ്പി ചെയ്തിട്ട് ഇതുകൊണ്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോജക്റ്റിൽ കോഡിൽ പബ്ലിക് ഇമേജസ് എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറിലേക്ക് നിങ്ങൾക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യാം. ഇതിൽ അപ്ലോഡ് ചെയ്യാൻ ആഡ് ഫയൽ എന്ന് കൊടുത്തിട്ട് അപ്ലോഡ് ഫയൽ എന്ന് പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്താൽ മതി. അവിടെ നിങ്ങൾ എന്ത് ഫയലാണോ കൊടുക്കുന്നത് ആ ഫയലിൻ്റെ പേര് നിങ്ങൾക്കിവിടെ ഇമേജ് സ്ലാഷ് എന്ന് പറഞ്ഞ് നേരത്തെ കണ്ട പോലെ ഇമേജ് സ്ലാഷ് chaicup.png എന്ന് പറഞ്ഞ് കൊടുക്കാം. അങ്ങനെ കൊടുത്താൽ എന്താ ഗുണമെന്ന് വെച്ചാൽ ആ ഇമേജ് എപ്പോഴും അവിടെ ഉണ്ടാവും. ഈ IMGBBയിൽ അപ്ലോഡ് ചെയ്യുന്ന ഇമേജ് കുറച്ച് നാളൊക്കെ ഉണ്ടാവും, പക്ഷേ ഈ സൈറ്റ് എപ്പോൾ പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ ആ ഇമേജ് അവരെടുത്ത് ദൂരെ കളയും, കാരണം അവരുടെ സ്റ്റോറേജാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫയലുകൾ അത് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അപ്ലോഡ് ചെയ്യുക, കമ്മിറ്റ് ചേഞ്ചസ് കൊടുക്കുക, എന്നിട്ടൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഇമേജ് ഇവിടെ സ്ലാഷ് ഇമേജ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഡെമോയ്ക്ക് ഞാൻ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചായയുടെ പടം അപ്പം തന്നെ വന്നു. എൻ്റെ കയ്യിൽ ഒരു 20 കപ്പ് ചായ ഉണ്ട്. SEOയ്ക്ക് വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചായ്, ടീ, ഇന്ത്യൻ ടീ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കീവേഡ്സ് കൊടുത്താൽ സെർച്ച് എഞ്ചിനുകൾക്ക് അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നവർക്കും നിങ്ങളുടെ പ്രോഡക്റ്റ് കിട്ടാൻ എളുപ്പമായിരിക്കും. ആഡ് പ്രോഡക്റ്റ് കൊടുക്കുക. ഇതുപോലെ തന്നെ ഞാൻ പൊറോട്ട, കേരള പൊറോട്ട, ഒരു പൊറോട്ടയ്ക്ക് ഞാൻ 35 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. പക്ഷേ ഡിസ്കൗണ്ട് ഉണ്ട് 25 രൂപ. അല്ലെങ്കിൽ ഞാനിത് സെറ്റ് ഓഫ് 3 എന്നിടാം, അല്ലെങ്കിൽ സെറ്റ് ഓഫ് 3 അല്ലല്ലോ, 3 നമ്പേഴ്സ്. 35 രൂപ ഡിസ്കൗണ്ടായിട്ട് 25 രൂപയ്ക്ക് കിട്ടും. ഇമേജിൻ്റെ പടം വേണം, ഞാനിവിടെ ഇട്ടിട്ടുണ്ട് പൊറോട്ട. ഓക്കെ, ഞാൻ ഇമേജ് പേസ്റ്റ് ചെയ്തു. എൻ്റെ കയ്യിലൊരു 30 പൊറോട്ട ഉണ്ട്. ആഡ് പ്രോഡക്റ്റ്. അപ്പോൾ 2 പ്രോഡക്റ്റായി. ഇനി മൂന്നാമത് ഞാനൊരു പ്രോഡക്റ്റും കൂടെ ആഡ് ചെയ്യുകയാണ്. എന്താ എൻ്റെ കയ്യിലുള്ള ഇമേജ്? ചിക്കൻ ഫ്രൈ. ചിക്കൻ ഫ്രൈ 1 പ്ലേറ്റ്. ഇത് നിങ്ങൾക്ക് ഇവിടെ പ്ലേറ്റിൽ നിന്ന് ആഡ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം. ഡീപ്പ് ഫ്രൈഡ് എന്നൊന്നും ഡീപ്പ് ഫ്രൈഡ് ചിക്കൻ. നിങ്ങൾക്ക് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. പ്രൈസ്, ഒരു ചിക്കൻ ഫ്രൈയുടെ പ്രൈസ് 140 രൂപ. ഡിസ്കൗണ്ട് വെച്ചിട്ട് 120 രൂപയ്ക്ക് കിട്ടും. ഓക്കെ, SEO ചിക്കൻ ഫ്രൈ ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ SEO കൊടുക്കുക. ഇങ്ങനെയൊക്കെ സെർച്ച് ചെയ്താൽ നമ്മുടെ ഇത് കിട്ടും. എൻ്റെ കയ്യിൽ ഒരു 5 പേർക്കുള്ള ചിക്കൻ ഫ്രൈ ഉണ്ട്, അല്ലെങ്കിൽ അത് ഒരു 10 വെച്ച് ആഡ്. ഇപ്പോൾ കണ്ടോ, നമ്മുടെ സ്റ്റോക്കും നമ്മുടെ പ്രോഡക്റ്റും അതിൻ്റെ ഡിസ്കൗണ്ടും എല്ലാം ഇവിടെ കാണാം. ഓർഡേഴ്സ് എന്ന് പറയുന്ന പേജിൽ പോയാൽ ഓർഡേഴ്സ് ഒന്നുമില്ല. സെറ്റിങ്സ് എന്ന് പറയുന്ന പേജിൽ പോയി കഴിഞ്ഞാൽ സ്റ്റോറിൻ്റെ പേര് കൊടുക്കാൻ പറയുന്നുണ്ട്. നമ്മുടെ പേരെന്താ? ഓൺലൈൻ ചായക്കട. ലോഗോയുടെ URL പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചായ കപ്പ് വെച്ചില്ലേ, അത് ഞാൻ അങ്ങനെ തന്നെ എടുത്തിട്ട് ഞാൻ 2 ഒരു ചായക്കപ്പും ഒരു ചായയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായക്കപ്പ് ശരിക്കും ഞാൻ ലോഗോയ്ക്ക് വേണ്ടി എടുത്തായിരുന്നു. ഓക്കെ, ചായക്കപ്പ് ഞാൻ ഇനി നമ്മുടെ വാട്സാപ്പ് നമ്പർ 7907528588. ഞാനൊരു വാട്സാപ്പ് നമ്പർ കൊടുത്തു. അത് തന്നെ ഞാൻ ഫോൺ നമ്പറും കൊടുത്തു. ഫേസ്ബുക്ക് fb.com http
s://fb.com/ഓൺലൈൻ ചായക്കട എന്നൊക്കെ ഞാൻ കൊടുക്കുക. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പോയി സെർച്ച് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ വേറെ എല്ലാവരെയൊക്കെ കിട്ടും. അതുപോലെ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഞാനിതൊക്കെ വെറുതെ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. സേവ് സ്റ്റോർ ഇൻഫർമേഷൻ കൊടുക്കുക. അപ്പോൾ ആ ഇൻഫർമേഷനൊക്കെ സേവ് ആയി. ഇനി നമുക്ക് സൈറ്റ് കാണണ്ടേ? അതിന് മുമ്പ് ഞാൻ ആ ചായയുടെ പടം ഒന്ന് കറക്റ്റ് ചെയ്യട്ടെ. ഈ പടം ഞാൻ കോപ്പി ചെയ്തിട്ട് പ്രൊഡക്ട്സിൻ്റെ അകത്ത് ഈ ചായ സിംഗിൾ കപ്പിൻ്റെ പടം മാറ്റിയിട്ട് ഈ പടം കൊടുക്കും. ഓക്കെ, ഇത് വേറൊരു ചായ കപ്പ്. അപ്പോൾ അത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ സൈറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ഭാഗം കോപ്പി ചെയ്തിട്ട്, അഡ്മിൻ വേണ്ട, ഇത്രയും ഭാഗം കോപ്പി ചെയ്തിട്ട് പുതിയൊരു ടാബ് എടുത്തിട്ട് എൻ്റർ അടിക്കുക. ആഹാ, നല്ല അടിപൊളി ഒരു വെബ്സൈറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് നമ്മൾ കൊടുത്ത വാട്സാപ്പ് ലിങ്ക്, എബൌട്ട് എസ് പേജ്, അങ്ങനെ കുറച്ച് പേജുകളടക്കം, അല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഇതെല്ലാം അടക്കമാണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഈസി ആയിട്ട് സെറ്റപ്പ് ചെയ്യാം. ഇതൊരാൾ മേടിക്കുകയെന്ന് വിചാരിച്ചോ, ഞാൻ ഒരു പൊറോട്ടയും കണ്ടിന്യൂ ഷോപ്പിംഗ്, ഒരു ചിക്കൻ ഫ്രൈയും, ഓക്കെ, പൊറോട്ട വന്നു, ചിക്കൻ ഫ്രൈ വന്നു, അതിൻ്റെ പൈസ ഒക്കെ വന്നു. പക്ഷേ ഇവിടെ ഷിപ്പിങ്ങിൻ്റെ പൈസ ഇല്ല, അല്ലെങ്കിൽ ടാക്സ് ഇല്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ഇത് ഞാൻ തൽക്കാലം ഡിലീറ്റ് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് വിട്ടിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് സെറ്റിങ്സിൽ പോയിട്ട് പ്രൈസിങ് എന്ന് പറയുന്നതിൻ്റെ അവിടെ വരിക. ടാക്സ് എനിക്ക് 5%. 5% ഇല്ലയെന്ന് തോന്നുന്നു. ഇനി ഷിപ്പിങ്, എല്ലാ ഓർഡറിനും എനിക്കൊരു 25 രൂപ ഷിപ്പിംഗ് എന്ന് പറഞ്ഞ് ഞാനിത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ നേരത്തെ തുറന്ന് വെച്ചെടുത്ത് ഇതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാണ്. എൻ്റർ, ആഡ് ടു കാർട്ട്. അപ്പോൾ ദേ ഇവിടെ ടാക്സും ഷിപ്പിങ്ങും എല്ലാം വന്നിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ, ഓക്കെ. ഇനി എനിക്ക് വേണ്ടത് പൊറോട്ട, ഓക്കെ. പ്രൊസീഡ് ടു ചെക്കൗട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിമ്പിൾ വെബ്സൈറ്റാണ്. യൂസർ ലോഗിൻ നമ്മൾ കൊടുക്കുന്നില്ല. പകരം അവർക്ക് അവരുടെ പേര് ആഡ് ചെയ്യാം. ജസ്റ്റിൻ, ഞാൻ എൻ്റെ ഒരു ഫോൺ നമ്പർ ആഡ് ചെയ്തു. ഡെലിവറി അഡ്രസ് കാക്കനാട്, എറണാകുളം. ഇത് നിങ്ങൾ കറക്റ്റ് അഡ്രസ്സ് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് സാധനം കിട്ടില്ല. 68242 കാക്കനാടാന്ന് തോന്നുന്നു. ഇനി റിമെമ്പർ ദിസ് ഇൻഫർമേഷൻ ഇൻ മൈ ബ്രൗസർ ഫോർ ഫ്യൂച്ചർ യൂസ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് എല്ലാ പ്രാവശ്യവും ഇത് അടിച്ചു കൊടുക്കാണ്ട് ഇത് ടിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ബ്രൗസറിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ഈ ലോഗിന് പകരം നമ്മൾ ഉപയോഗിച്ചേക്കുന്ന ഒരു ചെറിയ ടെക്നിക്കാണത്. അത് വേണമെങ്കിൽ അവിടെ വെച്ചിട്ട് പ്ലേസ് ഓർഡർ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു ഓർഡർ റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് മെസ്സേജ് ഓൺ വാട്സാപ്പ് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമർ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കും ഈ ഓർഡർ ഐ ഡി വെച്ചിട്ട്. എൻ്റെ ഓർഡർ ഐ ഡി ഇതാണ്, ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പോൾ ഈ മെസ്സേജ് ആസ് യുവർ ഓർഡർ ഐ ഡി ടു ഗെറ്റ് ട്രാക്കിംഗ് ആൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒരു ഹെൽപ്ഫുൾ നോട്ടിഫിക്കേഷൻ ആയിരിക്കും. ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നോക്കിയാൽ മതി. കാരണം അപ്പോൾ അല്ലെങ്കിൽ പിന്നെ എൻ്റെ വാട്സാപ്പൊക്കെ തുറന്ന് വന്ന് കുറേ ടൈമൊക്കെ ലോഡ് ചെയ്യാനൊക്കെ കുറച്ച് ടൈമുണ്ട്. ഞാൻ സൈൻ ഇൻ ചെയ്തിട്ടില്ല. അപ്പം ഞാനൊരു ഓർഡർ പ്ലേസ് ചെയ്തു. അതിൻ്റെ അവസ്ഥ എന്താ, അതെവിടെയാണ് കാണണമെങ്കിൽ വീണ്ടും നമ്മുടെ അഡ്മിൻ എന്ന് പറയുന്ന ആ പേജിൽ പോയിട്ട് ഓർഡേഴ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ദേ ഓർഡർ വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, എന്തൊക്കെ സാധനങ്ങളാണ് അവർ മേടിച്ചത്. എന്തോ ഇമേജ് വന്നിട്ടില്ല, എന്തോ ഒരു ചെറിയ ബഗ് ഉണ്ട് അവിടെ. പക്ഷേ അതിൻ്റെ ഐറ്റംസ്, അതിൻ്റെ ടോട്ടൽ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഈ ഇമേജിൻ്റെ ഇഷ്യൂസൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യും പുറകെ. ഈ ഇൻഫർമേഷൻ എല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം ഇത് എഡിറ്റ് ചെയ്യുക ഓർഡർ. എന്നിട്ട് ഇതിൻ്റെ സ്റ്റാറ്റസ് മാറ്റിയിട്ട് പ്രോസസ്സിംഗ് എന്നാക്കുക. അപ്പോൾ പ്രോസസ്സിംഗ് എന്നാക്കി കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കസ്റ്റമർക്ക് ഒരു അപ്ഡേറ്റ് കൊടുക്കാം. അപ്പോൾ കൺഫേം അപ്ഡേറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെയൊരു മെസ്സേജ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് തരും.
യുവർ ഓർഡർ ഈസ് ബീയിങ് പ്രോസസ്ഡ് ആൻഡ് വിൽ ബി ഡെലിവേർഡ് സൂൺ. ഇന്ന സാധനങ്ങൾ ഇത്ര പ്ലേറ്റ്. അത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ വീണ്ടും ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ വാട്സാപ്പ് തുറന്നു വരും. നിങ്ങൾ വെബ് വാട്സാപ്പിൽ ലോഗിൻ ചെയ്ത് വെച്ചാൽ മതി. അത് തുറന്നിട്ട് നിങ്ങൾക്ക് ആ കസ്റ്റമറുടെ ഫോൺ നമ്പർ അടക്കമായിരിക്കും തുറന്നു വരിക. അപ്പോൾ ആ കസ്റ്റമറുടെ ചാറ്റിൽ ഈ എല്ലാ സാധനം അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ അത് എഡിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ മെസ്സേജ് അങ്ങനെ തന്നെ നിങ്ങൾക്ക് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് സെൻഡ് ആയിക്കോളും. സ്കിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സ്കിപ്പാവും. അപ്പോൾ കണ്ടോ, പ്രോസസ്സിങ് എന്ന് പറയുന്ന സ്റ്റേറ്റിലായി. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ ഓർഡറിനും പകരം പ്രോസസ്സിങ് മാത്രം കണ്ടാൽ മതിയെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. പെൻഡിങ് മാത്രം ഇപ്പോൾ പെൻഡിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പെൻഡിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. ഓളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഓർഡറും കാണാൻ പറ്റും. ഇനി ഇതിൽ വേറെ കുറച്ച് പേജസ് സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. ഒന്ന് അപ്പിയറൻസ് ആണ്. ഇപ്പം നമ്മുടെ ചായക്കട ഇരിക്കുന്നത് ഒരു ബ്ലൂ ഇങ്ങനെ ഒരു നല്ല തീമിലാണ്. ഇനി നമുക്കത് മാറ്റിയിട്ട് അതിന് നമുക്കൊരു ഷാർപ്പ് തീം വേണം എന്ന് പറഞ്ഞിട്ട് അപ്ലൈ തീം ടെംപ്ലേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ടോ ഫോണ്ടൊക്കെ ചെറുതായിട്ട് മാറി. ഇനി ഞാൻ ഇവിടെ വന്നിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ വേറൊരു നല്ല റെഡ് കളറിലുള്ളൊരു ഡിസൈനായി. അപ്പോൾ ഇങ്ങനത്തെ ഒരു കുറച്ച് ടെംപ്ലേറ്റ്സ് ഞാൻ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ ഗ്ലാസ് മോർഫിസം യൂസ് ചെയ്യേണ്ട, ബാക്കിയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതൊക്കെ നല്ല വേറെ ഡിസൈൻസ് തരും. ഞാൻ ആദ്യം ഇത് ഫുള്ളി കസ്റ്റമൈസ് കളറൊക്കെ സെറ്റ് ചെയ്തതാണ്. പക്ഷെ അത് നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആവാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പേജസ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് എബൌട്ട് പേജ് കണ്ടൻറ്റ്, ടേംസ് ആൻഡ് കണ്ടീഷൻ പേജ് കണ്ടൻറ്റ്, പ്രൈവസി പോളിസി പേജ് കണ്ടൻറ്റ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അത് സെറ്റ് ചെയ്തില്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് ഒരു എബൌട്ടസ്, ചുമ്മാ ഒരു സിമ്പിൾ എബൌട്ടസും ഒരു ടേംസ് ആൻഡ് കണ്ടീഷനും ഒരു പ്രൈവസി പോളിസിയൊക്കെ തന്നെ കയറി വരും. അതവിടെ കിടന്നോട്ടെ. നമുക്ക് അത്യാവശ്യം നിങ്ങൾക്ക് എന്തെങ്കിലും സിമ്പിളായിട്ട് നിങ്ങളുടെ സ്വന്തം കണ്ടൻറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ മാത്രം നിങ്ങളിത് ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ അത് സിമ്പിളായിട്ട്. SEO എന്ന് പറയുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ SEO കീവേഡുകൾ, SEO ടൈറ്റിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സൈറ്റ് സെർച്ച് എൻജിൻ വിസിബിൾ ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കും. ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനുണ്ട് SEOയുടെ കാര്യങ്ങളൊക്കെ. പക്ഷേ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചോ. ഇവൻച്വലി നമുക്ക് SEO അടുത്ത വീഡിയോസിൽ നമ്മൾ SEO ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി ഡാഷ്ബോർഡിൽ വരുമ്പോൾ കണ്ടോ ഒരു ഓർഡർ വന്നു. ഇപ്പോൾ പെൻഡിങ് ഓർഡേഴ്സ് ഒന്നുമില്ല, അതിപ്പോൾ പ്രോസസ്സിങ്ങിലാണ്. കംപ്ലീറ്റഡ് ഓർഡേഴ്സ് ഒന്നുമില്ല. ആ ഓർഡറിൽ നിന്ന് നമുക്ക് ഇത്രയും രൂപ കിട്ടി. ആ ഓർഡർ ഫുൾഫിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ എഡിറ്റ് കൊടുത്തിട്ട് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് കൺഫേം അപ്ഡേറ്റ് കൊടുക്കുക. എന്നിട്ട് യുവർ ഓർഡർ ഹാസ് ബീൻ കംപ്ലീറ്റഡ് ആൻഡ് ഡെലിവേർഡ് എന്ന് പറഞ്ഞ് വാട്സാപ്പ് മെസ്സേജ് നിങ്ങൾക്ക് അയക്കണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് വാട്സാപ്പ് മെസ്സേജ് അയക്കുക. അല്ലെങ്കിൽ സ്കിപ്പ് കൊടുത്താൽ നിങ്ങളുടെ കംപ്ലീറ്റ് ഡാഷ്ബോർഡിൽ വരുമ്പോൾ കംപ്ലീറ്റഡ് ഓർഡറിൽ ഒന്നായി. സിമ്പിളല്ലേ? എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഈ ഒരു ലിങ്ക് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ വെബ്സൈറ്റിൽ ഇതുപോലെ ഐറ്റംസൊക്കെ ആഡ് ചെയ്ത് അവരുടെ ബേസിക് ഡീറ്റെയിൽസ് ഇൻഫർമേഷനൊക്കെ ആഡ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാം. സിമ്പിളായിട്ട് ഓർഡർ മാനേജ് ചെയ്യാവുന്ന ഒരു സെറ്റപ്പ് കിട്ടിയില്ലേ? വീഡിയോ കണ്ടു, എങ്ങനെ വെബ്സൈറ്റ് ഉണ്ടാക്കണമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റ് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഓൺട്രപ്രണേഴ്സ് ആയിട്ട് ഉള്ള ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. അവരും വെബ്സൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യട്ടെ. ഇതിൻ്റെ അടുത്ത വീഡിയോ ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുകയാണെങ്കിൽ ഒരു ലൈക്ക് തരിക. ബൈ ബൈ.